നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ ഇന്നലെ വൈകിട്ടോടെയാണ് ഭൂചലനമുണ്ടായത്. 3.5 തീവ്രത രേഖപ്പെടുത്തിയതായി കുവൈറ്റ് നാഷണൽ സെസ്മിക് നെറ്റ്വർക്ക് അറിയിച്ചു. 6 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഒരു ഭൂചലനം ഉണ്ടായിട്ടുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2 മണിക്കൂറിന് ശേഷം 2.2 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു തുടർ ചലനവും ഉണ്ടായതായി കുവൈറ്റ് ന്യൂസ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ഭൂചലനത്തിൽ അപകടമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റ് നാഷണൽ സീസ്മിക് നെറ്റ്വർക്കിന്റെ ഭാഗമായ കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിസർച്ച് അതായത് KISRന്റെ ഭൂചലന മാപിനികളിലാണ് ചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈകിട്ട് 6:30 തുടർ ചലനവും ഉണ്ടായത്. ആദ്യ ഭൂചലനം വൈകിട്ട് 4:46 റിപ്പോർട്ട് ചെയ്തത്. ഭൗമോപരിതലത്തിൽ നിന്ന് 6 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഇത്. തുടർന്ന് വൈകിട്ട് 6:33 രണ്ടാമത്തെ ഭൂചലനമുണ്ടായത്. ഇതിന് 2.2 തീവ്രത രേഖപ്പെടുത്തി. പ്രദേശത്ത് നിരീക്ഷണം തുടരുമെന്നും ജാഗ്രത വേണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ വളരെ ഭയത്തോടെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് ഒമാൻ കടലിലും റിക്ടർ സ്കെയിലിൽ 3.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായി UAE നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി സ്റ്റേഷനുകൾ റിപ്പോർട്ട് ചെയ്തത്. UAE സമയം ഉച്ചയ്ക്ക് 12:14 UAE ഒമാൻ അതിർത്തി പ്രദേശമായ ദിബ തീരത്താണ് ഭൂചലനം രേഖപ്പെടുത്തിയത്. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവാസികൾക്ക് ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ UAEയിൽ യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് NCM സ്ഥിരീകരിച്ചു. നേരത്തെ ജൂൺ 8 രാത്രി 11:01 മസാഫിയിൽ റിക്ടർ സ്കെയിലിൽ 2.8 തീവ്രതയുള്ള ഭൂകമ്പം രേഖപ്പെടുത്തിയിരുന്നു. മെയ് 29 UAEയിലെ താമസക്കാർക്കും ഒമാൻ കടലിൽ ഉണ്ടായ ചെറിയ ഭൂകമ്പങ്ങളുടെ പ്രകമ്പനം അനുഭവപ്പെട്ടു. മെയ് 29 പുലർച്ചെ 12:12 റാസൽ ഖൈമ തീരത്ത് 3.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും അനുഭവപ്പെട്ടു. തുടർന്ന് 1:53 2.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. മെയ് 17 UAEയിൽ 1.9 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമുണ്ടായി. വാദി തൈബയ്ക്ക് സമീപമുള്ള ഫുജൈറയിലെ ഒരു പ്രദേശമാണ് അൽ അൽഹ. UAE ഇടയ്ക്കിടെ ഭൂചലനങ്ങളുടെ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രദേശത്തെ ഭൂകമ്പങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഭൂകമ്പ ശാസ്ത്ര വിദഗ്ധർ ഉറപ്പു നൽകുന്നു. മാത്രവുമല്ല, ഇന്ത്യയിലും ജമ്മു കാശ്മീരിൽ 2 തവണയായി നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ഭാരമുള്ള മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഭൂമികുലുക്കമുണ്ടായത്. 2 തവണയായി ഭൂമികുലുക്കം അനുഭവപ്പെട്ടു. രാവിലെ 6:45 6:52 ആണ് ഈ ഒരു ഭൂമികുലുക്കം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ ആദ്യത്തെ ഭൂമികുലുക്കത്തിന്റെ തീവ്രത 4.9 രേഖപ്പെടുത്തിയത്. രണ്ടാമത്തേതിൽ 4.8 തീവ്രതയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത നാശനഷ്ടവും ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. നേരിയ ഭൂചലനമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസങ്ങളിൽ മാത്രം ലോകത്തിന്റെ പല ഭാഗത്തും ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്.